ഇതുവരെ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ ഒരുപാട് പെൺകുട്ടികളുടെ കൂടെ അഭിനയിച്ചല്ലോ. റീൽസ് ആണോ? റീൽസ് ചെയ്തല്ലോ. ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു റൊമാൻസ് ഒറിജിനലായിട്ട് അങ്ങ് വന്നു പോയോ? ദാസേട്ടൻ 55 സ്ത്രീകൾ ദാസേട്ടൻ കാരണം രക്ഷപ്പെട്ടു എന്നൊരു ഇത് കണ്ടു ഞാൻ. എങ്ങനെ രക്ഷപ്പെട്ടു? 55 അല്ല, 35 36 ഞാൻ പറഞ്ഞത്. സാറിന്റെ ആൾക്കാർ 55 എഴുതിയായിരിക്കും എനിക്കറിയാം. പിന്നെ അവർ ഈ 35 ആളെ കാര്യങ്ങൾ ഡെയിലി കഴിഞ്ഞു നോക്കുന്നൊന്നുമില്ല ഞാൻ. മെയിൻ ആയിട്ട് അത്യാവശ്യം നന്നായി രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറയൂ. രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴേ നമുക്ക് അഭിമാനല്ലേ. എന്റെ കൂടെ വന്ന ഒരാള് രക്ഷപ്പെട്ടു എന്നൊന്നും പറയാൻ മാത്രായോ? എന്റെ കൂടെ കോഴിക്കോട് എന്ന വ്യക്തിയുടെ കൂടെ റീല് ചെയ്തു എന്ന കാരണം കൊണ്ട് മാത്രം എന്റെ കൂടെ ഞാൻ പറയട്ടെ, അതൊക്കെ വളരെ ബോറായി. അതൊക്കെ ഒരു മോശം അതൊക്കെ മുൻകൂട്ടി ചെയ്യാന്നുള്ള അതൊക്കെ മോശമാണ്. ഇത്തരത്തിലുള്ള കള്ളത്തരം സത്യം പറഞ്ഞാൽ. പക്ഷെ ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസിന്റെ രേണുവിനെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വലിയൊരു കുറ്റമായിട്ട് ബിഗ് ബോസ് കാണാത്തത്. ബിഗ് ബോസ് ഒരു വലിയ വേറെ ആരും ചെയ്ത ബിഗ് ബോസ് വലിയ കുറ്റമായി കാണുമായിരിക്കും. പക്ഷെ രേണു ചെയ്തത് കുറ്റമായി ബിഗ് ബോസ് വലിയ കുറ്റമായി കാണാത്തത് പറയാൻ പറ്റില്ല. ചോദിച്ചല്ലോ. അതെ, ഒരുപാട് സിനിമയൊക്കെ കാണുന്ന. അതെ, ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എത്ര നന്നായിട്ടാണ് ചെയ്തിട്ടില്ല, ആ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താ വെച്ചാല് ആളെ പേരെന്ന് ഞാൻ പറയും. ഇത് പറയാതിരിക്കാൻ വയ്യ. ദാസേട്ടൻ ഒരു മോളാണല്ലോ. അതെ, ദാസേട്ടൻ്റെ മോള് കുറച്ച് വലുതായതിനു ശേഷം ഇത്തരത്തിലൊരു റീലിലേക്ക് ഇങ്ങനെ ഒരു റൊമാൻറ്റിക് രംഗങ്ങളും എല്ലാം ഉൾപ്പെട്ടുള്ള റീലിലേക്ക് വരികയാണെങ്കിൽ ദാസേട്ടൻ അതിനോട് ഏത് രീതിയിലാണ്? നമ്മളെല്ലാവരും ഭൂമിയിൽ ഒറ്റയ്ക്ക് ജനിച്ചു, ഒറ്റയ്ക്ക് തിരിച്ചു പോകും അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കുറേ ആൾക്കാരാണ് ഭാര്യ, മക്കള്, കുട്ടികൾ, ബന്ധങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് പോകണ്ടേ? ദാസേട്ടൻ സിനിമ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പം എത്തരത്തിലുള്ള ക്യാരക്ടറുകളാണ് ദാസേട്ടനെ ചെയ്യാൻ കൂടുതൽ? ഞാൻ ഇപ്പം 7 സിനിമയാണ് ചെയ്തത്. നല്ല സമയമാണ് എൻ്റെ ആദ്യ സിനിമ, ഒമ്മലുള്ളു ഡയറക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം റാണി എന്ന സിനിമ ചെയ്തു. ഈ റാണിയിലൊരു വില്ലൻ ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ദിലീപേട്ടൻ്റെ കൂടെ തങ്കമണി എന്ന സിനിമ ചെയ്യാൻ പറ്റി. ദിലീപേട്ടൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റി. ഒരുമിച്ച് ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു 10 ദിവസത്തെ വർക്ക് തങ്കമണി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പം ചെയ്തത് കൂടൽ എന്ന സിനിമ ചെയ്തു. പിന്നെ നമ്മളെ അപൂർവോത്തമാർ ചെയ്തു, വിപിൻ ജോർജ്, വിഷ്ണുവിടെ. അപ്പം എന്നെ സംബന്ധിച്ച് സിനിമാ മേഖലയിൽ എനിക്ക് അടുപ്പമുള്ള 2 സുഹൃത്തുക്കൾ വിപിനും വിഷ്ണുവാണ്. അപ്പം വെടിക്കെട്ട് എന്ന സിനിമ ഉണ്ടായിരുന്നു വിപിൻ്റെ, രണ്ടുപേരും ഡയറക്റ്റ് ചെയ്ത്. ആ സിനിമ കോഴിക്കോട് വന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ പ്രൊമോഷൻ കൊടുത്ത ഞാനാ. 4 കോളേജുകളിൽ ഞാൻ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് സിനിമയ്ക്ക്. അപ്പോൾ അവരെ നല്ല വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ദാസേട്ട ഞങ്ങൾ അടുത്ത സിനിമ വരുമ്പോൾ ദാസേട്ടനെ ഞങ്ങൾ വിളിക്കും. അങ്ങനെ അവർ ചെയ്ത സിനിമ അല്ലെങ്കിലും അങ്ങനെ അവരാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ സിനിമയിലേക്ക്. അപൂർവോത്തമാർ അതെനിക്ക് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടിയ സിനിമയാണ്. ബാക്കി സിനിമകളിൽ സ്ക്രീൻ സ്പേസ് അത്ര ഇല്ലെങ്കിലും ഈ സിനിമ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റി, നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റി, ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം സിനിമകളിൽ ഏത് ക്യാരക്ടർ ചെയ്യുന്നുള്ളത് എനിക്ക് നെഗറ്റീവ് ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം എന്ന് വെച്ച് ബാക്കിയുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയില്ല. എനിക്കൊരു നല്ല പക്ക ഒരു വില്ലൻ ക്യാരക്ടർ, ഒരു എന്താ പറയുക, ഒരു മീശയൊക്കെ പിരിച്ച് താടിയൊക്കെ നീട്ടി ഒരു അങ്ങനത്തെ മാസ് ക്യാരക്ടർ എനിക്ക് വലിയ താല്പര്യമാണ്. എന്ന് വെച്ച് കോമഡിയും ചെയ്യൂല എന്നല്ലേ പറയുന്നത്, എല്ലാം ചെയ്യാൻ താല്പര്യം കൂടുതൽ. അപ്പം 1-2 തമിഴ് സിനിമകളിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് താടി ഒന്നും ഇങ്ങനെ നീട്ടി റെഡിയായി വരുന്നത്. ഡിസംബർ കഴിഞ്ഞാൽ ഷൂട്ടുണ്ട് തമിഴിൽ. അപ്പം സിനിമയിൽ ഏത് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമാണ്, പക്ഷേ കൂടുതൽ താല്പര്യം ഈ പറഞ്ഞ മാസ് ക്യാരക്ടർ, വില്ലൻ ക്യാരക്ടർ ചെയ്യാനുള്ള താല്പര്യമാണ്. ഇതുവരെ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ ഒരുപാട് പെൺകുട്ടികളുടെ കൂടെ അഭിനയിച്ചല്ലോ. റീൽസ് ആണോ? റീൽസ് ചെയ്തല്ലോ. ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു റൊമാൻസ് ഒറിജിനലായിട്ട് അങ്ങ് വന്നു പോയോ അഭിനയിക്കുന്നതിന്? ഒരിക്കലും ഇല്ല. എനിക്ക് റൊമാൻസ് എൻ്റെ വൈഫിനോട് മാത്രമേ ഉള്ളൂ. പിന്നെ വൈഫ് എനിക്ക് എല്ലാ സംഗതിയും കൃത്യമായി. ഞാൻ എന്തിനാണ് വേറെ ആൾക്കാർ ചോദിക്കേണ്ട ആവശ്യം? ഞാൻ ചോദിച്ചു എന്നുള്ളൂ, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? അല്ല, അങ്ങനെ അതൊന്നല്ല. എനിക്ക് അങ്ങനെ അഭിനയം അത് കഴിഞ്ഞ് അവിടെ തീർന്നു. എനിക്ക് വീട്ടിൽ എന്റെ വൈഫ് ഭയങ്കര രീതിയിൽ എന്റെ സപ്പോർട്ടാണ്. പഠിക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ പ്രേമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവും, സ്വാഭാവികമല്ലേ. അല്ലല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രേമം എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ വൺ സൈഡ് പ്രേമൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഉണ്ടാവും. പിന്നീട് അതിനുശേഷം അങ്ങനെ എന്റെ പ്രായത്തിലുള്ള എന്റെ കൂടെ പഠിച്ച ലേഡീസ് ഒക്കെ ഒരു ആൾക്കാരൊക്കെ അമ്മമ്മമാരായിട്ടുണ്ട്. മുസ്ലിം കുട്ടികളൊക്കെ എന്റെ കൂടെ പഠിച്ചിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അവര് SLC കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിച്ച്
ഇപ്പൊ അവരെ മക്കളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മള് കോളേജിൽ പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരെല്ലാരും കാണുക. അപ്പൊ ഇത് എന്റെ മോന്റെ മോളാന്നൊക്കെ പറയുന്ന സമയത്ത് മൂന്ന് കുട്ടികളല്ലേ? രണ്ടാണ് ഒരു പെണ്ണ്. കുട്ടികളൊക്കെ എന്തെങ്കിലും ഇതിനെ പറ്റിയൊക്കെ കുട്ടിയുടെ സപ്പോർട്ടാ, എന്തെങ്കിലും സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്റെ മോനോട് അഭിപ്രായം പറയാണ്ട് ഇങ്ങനെ ചെയ്താൽ നന്നാവും അച്ഛനൊക്കെ അഭിപ്രായം പറയാൻ. നല്ല രീതിയിലൊക്കെ, അതായത് നമ്മളെ ഇതില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങനെ മാസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡയലോഗും കാര്യം അങ്ങനത്തെ പ്രസന്റേഷൻ അവർ നോക്കാറുണ്ട്. ആ രീതിയിൽ ചെയ്താൽ കുറച്ച് നന്നാവുന്നൊക്കെ പറയും. റൊമാൻറ്റിക്കിന് എന്താ അഭിപ്രായം പറയാൻ? പാട്ടല്ലേ, റൊമാൻസ് ഫീൽ ഉണ്ടായാൽ മാത്രം മതിയല്ലോ. അല്ല, ഈ കുട്ടികളാണെങ്കിലും ഇപ്പം താഴെ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വായിക്കുമല്ലോ, അപ്പൊ അവർക്കൊരു വിഷമായിരിക്കുമല്ലോ ഈ നെഗറ്റീവ് കമന്റ്സ്. അവരോട് പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ അങ്ങനെ ഫാമിലിയിൽ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങള്, അങ്ങനത്തെ വിഷയങ്ങളൊന്നും അങ്ങനെ ഒരിക്കലും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളെല്ലാരും പറയുന്നത്? എന്താ ചെയ്തത്? കുറച്ച് പെൺപിള്ളേരെ കൂടെ റീൽ ചെയ്തതല്ലാതെ എന്താ തെറ്റ്? അല്ല, കാണുന്നവർക്ക് ഇപ്പം ഒരാൾക്ക് ഒരു ഇത് കാണുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ഒരു വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം ഇത് അഭിനയമാണ് എന്നൊക്കെ അറിയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഒരു വിഭാഗം ആൾക്കാരുണ്ട് അത് മനസ്സിലാവാതെ പഴയ ജീവിതം. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ ഒരു വിഷമം അതുണ്ടാവുമല്ലോ, സ്വാഭാവികം. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം. ഇപ്പത്തെ ജനറേഷൻ അങ്ങനെയല്ല. പണ്ട് എന്ന് പറയുന്ന സമയത്ത് കുട്ടീനെ കോളേജിലേക്ക് അച്ഛനമ്മ വിട്ടു കഴിഞ്ഞാൽ കോളേജിൽ ഒരു പയ്യനോട് മിണ്ടി കഴിഞ്ഞാൽ അയ്യോ അവരവന് മിണ്ടി, എന്താ അത്? ഈ ജനറേഷൻ അങ്ങനെ ഒരു വിഷയമല്ല. ഈ ജനറേഷൻ പണ്ടത്തെ ആൾക്കാർ ഇപ്പൊ ഉണ്ട്. അവരിപ്പോ നിങ്ങൾ പറയുമ്പോൾ ചിന്തിക്കുമായിരിക്കാം, പക്ഷെ അത് നമ്മൾ ഇതിലെ കേട്ട് ഇതിലേ വിടുക. അവർക്ക് ബോധം വരുന്ന സമയത്ത് അവർ മനസ്സിലായിക്കോളും ഇതൊന്നും ഇല്ല എന്നുള്ളത്. 55 സ്ത്രീകൾ ദാസേട്ടൻ കാരണം രക്ഷപ്പെട്ടു എന്നൊരു ഇത് കണ്ടു ഞാൻ. എങ്ങനെ രക്ഷപ്പെട്ടു? 55 36 ഞാൻ പറഞ്ഞത്. സാറിന്റെ ആൾക്കാർ 55 എഴുതിയായിരിക്കും, എനിക്കറിയാം. അതായത് എന്റെ കൂടെ റീൽസ് ചെയ്ത ആൾക്കാരാണ് അവരൊക്കെ. അവർക്കൊക്കെ അത്യാവശ്യം റീച്ചും കാര്യങ്ങളും ഫോളോവേഴ്സും കൂടി അവർക്ക് അറിയപ്പെടാൻ സാധിച്ചു. അതൊരു രക്ഷപ്പെടലല്ലേ? ഫോളോവേഴ്സ് കൂടി അവരുടെ നാട്ടിൽ ദാസരം കോഴിക്കോട് റീൽ ചെയ്ത ആളല്ലേ എന്ന് അവരോട് ചോദിക്കാറുണ്ട് ആൾക്കാർ. അവർക്ക് എന്താ പുതിയ വർക്കൊക്കെ കിട്ടാൻ തുടങ്ങിയോ? പിന്നെ അവരെ ഈ 35 ആളെ കാര്യങ്ങൾ ഡെയിലി ചേഞ്ച് നോക്കുന്നൊന്നുമില്ല ഞാൻ. മെയിൻ ആയിട്ട് അത്യാവശ്യം നന്നായി രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറയോ? രേണുസുതി അല്ലാതെ പിന്നെ ശ്രീലക്ഷ്മി. അവൾ അത്യാവശ്യം എന്താ പറയാ റീച്ചും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും സിനിമയ്ക്ക് ആയി മുന്നോട്ട് പോകുന്നുണ്ട്, സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ റീലിൽ കൂടെ കുറെ ആൾക്കാർ ശ്രദ്ധിക്കല്ലോ. ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അവരുടെ ഡയറക്ടേഴ്സ് ബാക്കിയുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യും. അപ്പൊ അവിടെ ദാസേട്ടൻ കോഴിക്കോട് റീൽ ചെയ്ത കുട്ടിയല്ല എന്നെ എത്ര ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ തന്നെ കിട്ടിയതാണ്. അങ്ങനെ തന്നെ ദാസേട്ടൻ കോഴിക്കോട് റീൽ ചെയ്ത കുട്ടിയല്ല, ഞാൻ റീല് കണ്ടിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവർക്ക് കുറെ വർക്ക് വരുന്നു. വർക്ക് സിനിമ മാത്രമല്ല കേട്ടോ പറയുന്നത്, ആൽബംസ്, ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഇവരെ എപ്പോഴെങ്കിലും കാണുക കോൺടാക്ട് ചെയ്യുമ്പോൾ ദാസേട്ട അന്ന് നമ്മൾ ചെയ്ത റീല് ഇങ്ങനെ ഒന്നൊരാൾ കണ്ടിട്ട് എല്ലാ അഭിപ്രായം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് അവസരം കിട്ടി പറയാറുണ്ട്. അത് എനിക്കൊരു അഭിമാനല്ലേ. സ്ത്രീകൾ മാത്രമല്ല, എന്നോട് കുറെ അഭിനയിച്ച പയ്യന്മാര് കുറെ ചെക്കന്മാരുണ്ട്. അവരൊക്കെ കുറെ സിനിമകളിൽ വേഷം ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് കുറെ പരിപാടികളൊക്കെ ചെയ്ത കുറെ കുട്ടികളുണ്ട്. ഡയറക്റ്റ് എന്റെ ആൺകുട്ടികള് അതുപോലെ തന്നെ നമ്മളെ റീലെടുത്ത ക്യാമറമാർക്ക് സിനിമ ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ രമേഷ് നന്ദി എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ട് ചെയ്തത്, ലൈം ലൈറ്റ് പിക്ചേഴ്സ്. പുള്ളി ഇപ്പൊ ഡയറക്ടറാ. പുള്ളി ധ്യാനം വെച്ചിട്ട് പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാനും അഭിനയിക്കുന്നില്ല പടത്തിൽ. പുള്ളീന്റെ വൈഫാണ് നീരജ, അറിയാറിയില്ല, ആക്ട്രസ്, തമിഴ് ആക്ടർ നീരജ. അപ്പൊ പുള്ളിയൊക്കെ അങ്ങനെ എന്റെ റീൽ ആദ്യം എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ പുള്ളി സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അഭിമാനമാണ്. നമ്മളിവിടെ റീൽസ് എടുത്ത ആള്, നമ്മളോട് അഭിനയിച്ച ആൾക്കാരെ കുറിച്ച് മേലോട്ട് നമുക്ക് വലിയ അഭിമാനമാണ്. അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അതാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചത്? പക്ഷെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴേ അത് നമുക്ക് അഭിമാനല്ലേ. എന്റെ കൂടെ വന്ന ഒരാള് രക്ഷപ്പെട്ടു എന്നൊന്നും പറയാൻ മാത്രായോ? എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ കൂടെ അഭിനയിച്ച റീല് കണ്ട് ഒരാളെങ്കിലും ഒരാൾ അവർക്ക് ഒരു ആൽബത്തിനോ ഷോർട്ട് ഫിലിം അവസരം കൊടുത്താൽ രക്ഷപ്പെടുന്നത് തന്നെയാണത്. അതെന്താ പറയുന്നത്? ഒരു ചുവട് എങ്ങനെയായാലും ഒരു ചൂടെ എല്ലാവരും കാലത്തിനനുസരിച്ച് ഒന്ന് മുന്നോട്ട് പോകും. ഞാൻ പറയട്ടെ അതിനൊരു കാരണം ദാസേട്ടൻ തന്നെയാണ് എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടുണ്ട് ദാസേട്ടന്റെ കൂടെ റീല് ചെയ്ത ശേഷം തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല പിന്നെ
സ്വാഭാവികമായിട്ടും ആ. ഇപ്പൊ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ. പൊതുവെ ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ കൂടി ആ. ഒരു ആർട്ടിസ്റ്റ് നന്നായി വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, ആളാണെങ്കിൽ എന്റെ കൂടെ റീല് അവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ അവസരങ്ങൾ വരും. വരും. എന്റെ കൂടെ അവർക്ക് കഴിവ് കൂടി വേണം. എന്റെ കൂടെ റീല് അല്ലാതെ ഞാൻ പറഞ്ഞേ, ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുടെ കൂടെ റീല് ചെയ്തു എന്ന കാരണം കൊണ്ട് മാത്രം എന്റെ കൂടെ റീല് ചെയ്ത് ഞാൻ പറയട്ടെ, എന്റെ കൂടെ റീല് ചെയ്ത കുട്ടികൾ എന്നോട് പറഞ്ഞു നമ്മളെ റീല് കണ്ടിട്ട് അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടല്ലേ. 35 പേരും ദാസേട്ടനോട് ഇത് പറഞ്ഞു. 35 പേരിൽ പകുതിയോളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റീല് ചെയ്യുന്ന കുട്ടികൾ ഈ നമ്മളെ കേരളത്തിന്റെ ദൂരെയുള്ള ആൾക്കാരൊന്നല്ല, നമ്മളെ കോഴിക്കോട് കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ റീല് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ അവസരം വന്നിട്ട്. സിനിമയാവണമെന്നില്ല, പിന്നെന്തായാലും ഇപ്പൊ എന്താണത്? അതിന് തെറ്റൊന്നുമില്ല. ഇപ്പൊ എന്റെ കൂടെ റീല് ചെയ്യുന്ന കുട്ടികളെ നോക്കുന്ന അക്കൗണ്ട് ആൾക്കാരുണ്ടാവും ചില സമയത്ത്. ഡയറക്ടേഴ്സ് ആരാണ്ടാ ഉദ്യോഗത്തിന് കൂടെ വന്ന പുതിയ എന്റെ റീല് മിനിമം ഒരു 50,000 ആൾക്കാർ മിനിമം കാണാറുണ്ട്. അപ്പൊ എത്ര ആൾക്കാർ എത്തുമല്ലോ. ഈ 50,000 ആൾക്കാർ സാധാരണക്കാരാവണമെന്നില്ല, സിനിമേന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവര് കാണും. ഞാൻ ചോദിക്കട്ടെ ദാസേട്ടൻ, ഒരു സംശയം ചോദിക്കണേ. ഈ ലാലേട്ടന്റെ കൂടെ പടത്തിൽ അഭിനയിച്ച്, ലാലേട്ടന്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെ ഒക്കെ സിനിമയിൽ അഭിനയിച്ച് ഒരു പടത്തിലോ അല്ലെങ്കിൽ 2 പടത്തിലോ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പോലും ഇത്ര റീച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ദാസേട്ടൻ പറയുന്നത് അതൊക്കെ നിങ്ങൾ ഇതിന്റെ ഞാൻ സംസാരിച്ചതിന്റെ അകത്ത് ഇങ്ങനെ ഉരുണ്ട് പോവാ. ഞാൻ പറഞ്ഞ ഒരു അടിസ്ഥാനം ഇല്ല. എന്റെ കൂടെ റീല് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ എവിടെയെങ്കിലും എത്തിപ്പോയാൽ ദാസേട്ടൻ അന്ന് നമ്മൾ ചെയ്ത റീലിന്റെ മുകളിൽ എന്നെ കണ്ട് വിളിച്ചത് പറയുന്ന സന്തോഷമുണ്ട്. അതൊരു 35 ആളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 10-25 ആളുണ്ടാവും. 35 ആൾക്കാർ അഭിനയിച്ചതിന്റെ അർത്ഥം വേറെ ഒന്നും ദ്വയാർത്ഥം അതിലൊന്നും ഇല്ല. ഒരു സാധനം എന്നോട് കിട്ടില്ല കേക്ക്. അതെ, ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. എത്രയോ ആൾക്കാർ, എത്രയോ കുട്ടികളുണ്ട്. അപ്പൊ എന്നോട് റീല് ചെയ്യാൻ ആഗ്രഹിച്ച് കുറെ ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്, പല ആൾക്കാരും. മനസ്സിലായില്ലേ? അപ്പൊ അവരെ ഫാമിലിയും അച്ഛനും അമ്മയും ഏട്ടനൊക്കെ വരും. ആ ക്യാമറമാനെ ഞാനും കൂട്ടി പോകും. എന്റെ കയ്യിൽ നിന്ന് പൈസ അല്ല, ചോറും ചായക്ക് ഞാൻ വാങ്ങി കൊടുക്കാൻ സന്തോഷം. അത്രേ ഉള്ളൂ കാര്യം. ദാസേട്ടാ, ഇപ്പം രേണുസുധിയുടെ വിഷയത്തിലെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞായിട്ട് അല്ലെ, നമുക്കറിയാം ഏവിയേഷൻ പഠിച്ചു എന്നുള്ള കാര്യം, വയസ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് കള്ളത്തരം അറിയാലോ. അപ്പൊ അതിനെ പറ്റിയൊക്കെ എന്താ ദാസേട്ടന് പറയാനല്ലേ? ഞാൻ രേണുസുധീനെ പരിചയപ്പെട്ട സമയത്ത് എന്താ പറയാ, വിദ്യാഭ്യാസം കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ രേണു ഇത്രയും പഠിച്ച ആളാണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കണ്ടു ഏവിയേഷൻ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇത്രയും ഒരു പഠിപ്പുള്ള കുട്ടിയാണോ എൻ്റെ കൂടെ റീൽസ് ചെയ്തപ്പോൾ ഞാൻ അഭിമാനമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതിന് ഞാൻ എന്തായാലും സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ പഠിച്ചത് ഏവിയേഷനൊക്കെ പഠിച്ച ആളാണോ രേണു എന്നുള്ള ഞാൻ ഭയങ്കര അത്ഭുതത്തോട് നോക്കിയിട്ടുണ്ട്. രേണുവിന് പഠിക്കാൻ കഴിയില്ല എന്നുള്ള മറു ചോദ്യം വേറെ ചോദിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ പഠിച്ച ആളാണോ അല്ല, ഇത് ഇത്തരം കള്ളത്തരങ്ങൾ. പിന്നെ അത് മാത്രല്ല, ബിഗ് ബോസിൽ നേരത്തെ തന്നെ വീഡിയോ എടുത്ത് അറിയാലോ, അത് ഷൂട്ട് ചെയ്തൊക്കെ അതൊക്കെ ശരിക്കും അതൊക്കെ വളരെ ബോറായി. അതൊക്കെ ഒരു മോശം അതൊക്കെ മുൻകൂട്ടി ചെയ്യാന്നുള്ള അതൊക്കെ മോശമാണ്. ഇത്തരത്തിലുള്ള കള്ളത്തരം സത്യം പറഞ്ഞാൽ. പക്ഷെ ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസിലെ രേണുവിനെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വലിയൊരു കുറ്റമായിട്ട് ബിഗ് ബോസ് കാണാത്തത്. ബിഗ് ബോസ് ഒരു വലിയ വേറെ ആരും ചെയ്ത ബിഗ് ബോസ് വലിയ കുറ്റമായി കാണുമായിരിക്കാം. പക്ഷെ രേണു ചെയ്തത് കുറ്റമായി ബിഗ് ബോസ് അധികം വലിയ കുറ്റമായി കാണാത്തത് പറയാൻ പറ്റില്ല. ചോദിച്ചല്ലോ, അതെ കുറ്റമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അത്ര വലിയ ശരിക്കും വലിയ കുറ്റമാണത്. ബിഗ് ബോസിൽ ഇത്ര സമയത്ത് നേരത്തെ എത്തുന്നു, നേരത്തെ വീഡിയോ ഇറക്കാന്ന് പറയുമ്പോൾ നല്ല പ്രവണതയല്ലത്. പക്ഷെ രേണു അവിടെ നിലനിർത്തേണ്ട ബിഗ് ബോസിന്റെ ആവശ്യമായിരിക്കാം. അതുകൊണ്ടാണ് അത് വലിയ രീതിയിലേക്ക് വിവാദമായി അവർ ഉദ്ദേശിച്ച് കൊണ്ടുവരാത്തത്. അതാണ് കാരണം. പക്ഷെ രേണു എത്ര പഠിച്ചെന്നുള്ളത് അറിയില്ല കേട്ടോ. വന്ന് ഞാൻ ചോദിക്കണമെങ്കിൽ രേണുവോട് ഇങ്ങനെ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. ഏവിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ നിസ്സാര കാര്യമാണോ? വലിയൊരു യോഗ്യതയല്ലേ അത്. അത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി പൊങ്ങച്ചത് വേണ്ടി പറഞ്ഞാണോന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചു നോക്കാം. ഫസ്റ്റ് വൈറലായ വീഡിയോ ഏതായിരുന്നു? ഫസ്റ്റ് വൈറലായത് വിജയ്, നമ്മുടെ തമിഴിലെ ആക്ടർ വിജയിന്റെ ഒരു പാത്തിക്കന്നെ ആ സാധനം ഫസ്റ്റ് വൈറലായ എൻ്റെ വീഡിയോ. എന്നെ കുറച്ച് അറിയപ്പെടാൻ സാഹചര്യം ഉണ്ടാക്കിയ വീഡിയോ അതാണ്. പിന്നെ ഡാൻസ് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഡാൻസ് നമ്മൾ കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് വീഡിയോസ് കുറേ ചെയ്ത ശേഷമാണ് അത്യാവശ്യം ക്യാരക്ടേഴ്സുള്ള അഭിനയ മുഹൂർത്തങ്ങളുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം ഡാൻസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എനിക്ക് മണക്കാൻ പാടില്ല. അല്ലാതെ അപ്പം 2 വ്യൂവേഴ്സ് എൻ്റെ വന്നു. എൻ്റെ പഴയ കോമാളികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ എനിക്ക് മെസ്സേജ് ചോദിക്കാം, ദാസേട്ടൻ ഡാൻസ് കളിക്കുന്നുണ്ട്. നേരെ മറിച്ച് എൻ്റെ നല്ല ക്യാരക്ടർ വേഷങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അയ്യപ്പനും കോശി, ബിഗ് ബി സിനിമകളിലെ റീക്രിയേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ആൾക്കാരെയും സന്തോഷിപ്പിച്ച് എനിക്ക് മുന്നോട്ട് പോകണം. അതാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്ക് 4-5 വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ഡാൻസ് ഇട്ട് ഞാൻ പെരുപ്പിക്കും. അത് അവരെയും കൂടി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടി യോജിച്ച് പോലാണ് ഈ റീൽ എന്ന സാധനം.
ദാസേട്ട ഇപ്പം ദാസേട്ടൻ ഒരു മോളാണല്ലോ. അതെ അതെ. ദാസേട്ടന്റെ മോള് കുറച്ച് വലുതായതിനു ശേഷം ആ ഇത്തരത്തിലൊരു റീലിലേക്ക് ഇങ്ങനെ ഒരു റൊമാൻറ്റിക് രംഗങ്ങളും എല്ലാം ഉൾപ്പെട്ടുള്ള റീലിലേക്ക് വരികയാണെങ്കിൽ ആ ദാസേട്ടൻ അതിനോട് ഏത് രീതിയിലാണ്? അവരിഷ്ടം, അവരിഷ്ടം. ഇൻ കേസ് അത് ഇപ്പത്തെ വൈഫ്, കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അത് വൈഫ് ആണെങ്കിലോ, വൈഫിന് ഇതേപോലെ റീൽ ചെയ്യാൻ താല്പര്യമുണ്ട്, ചെയ്യാലോ, ദാസേട്ടനോടൊപ്പം അല്ല വേറെ ചെയ്യാലോ, അവളെ ഇഷ്ടം, വൈഫിന്റെ ഇഷ്ടം. അത് ഇങ്ങനെ പറയാൻ അതിനെന്താണ് വൈഫിന്റെ ഇഷ്ടം? ഓരോ ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം കൊടുക്കുന്ന ആളെ. വൈഫിന്റെ ഇഷ്ടം റീല് ചെയ്യുകയാണെങ്കിൽ, മോളെ ഇഷ്ടം റീല് ചെയ്യുകയാണെങ്കിൽ അത് അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ ഒരിക്കലും പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഇല്ലേ, അതിനെ കീപ്പ് ചെയ്യുന്ന ആളെ ഞാൻ. എൻ്റെ വൈഫിനെ അഭിനയിക്കാൻ താല്പര്യം അഭിനയിക്കുക, അത് അവളെ താല്പര്യം. മോൾ അഭിനയിക്കണം മോളെ താല്പര്യം, ഞാൻ അഭിനയിക്കുന്ന എൻ്റെ താല്പര്യം. എല്ലാവർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. ഒരാളെ നമ്മൾ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ഭൂമിയിൽ ഒറ്റയ്ക്ക് ജനിച്ചു, ഒറ്റയ്ക്ക് തിരിച്ചു പോകും അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കുറേ ആൾക്കാരാണ് ഭാര്യ, മക്കള്, കുട്ടികൾ, ബന്ധങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് പോകണ്ടേ. അപ്പോൾ ഒരാൾ ചെയ്യരുത് ഒരാൾ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറയില്ല. അവനവന് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അതന്നെ എൻ്റെ വൈഫ് എന്നോട് പറയുന്നത്. ദാസറിന് തീരുമാനം എടുക്കാൻ അധികാരമുണ്ട്, ദാസറിന് അഭിനയിക്കാൻ അധികാരമുണ്ട്, അതിന് മുന്നോട്ട് പോവുക. അത്രേ ഉള്ളൂ. അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വ പ്രാധാന്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു വിഷയം വരില്ല. നമ്മൾ താന്നിട്ടാണ് നമ്മൾ പൊന്തിട്ടാണെന്ന് ചിന്തിക്കുമ്പോൾ വിഷയങ്ങൾ വരിക. ഒരു കുഴപ്പമില്ല. നടു റോട്ടിൽ നിന്ന് ഒരു വീഡിയോ സുധിയുടെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നടു റോഡൊന്നല്ല, റോഡിന്റെ സൈഡിൽ നിന്ന് ഞങ്ങളൊരു ആൽബമാണ് ഞങ്ങൾ രണ്ടുപേരും. അത് വ്യക്തമായിട്ട് ഞങ്ങള് ഒരു റൊമാൻറ്റിക് ആയ രണ്ടാൾക്കാർ റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് എത്രയോ സിനിമകൾ ചെയ്തിട്ടില്ലേ. എത്രയോ സിനിമകളിൽ റൊമാൻറ്റിക് കപ്പിൾസ്, വന്ദനം സിനിമ ഉണ്ട് ലാലേട്ടൻ്റെ ഒക്കെ, റോഡിന് ലാലേട്ടൻ ഓടുന്നത് കണ്ടില്ലേ നായികൾപ്പം. ഞങ്ങള് കൃത്യമായിട്ട് തീരുമാനം എടുത്ത് റോഡിന്റെ സൈഡിൽ കൂടെ അവൾ നടക്കുമ്പോൾ അവളെ പിറകിൽ ഞാനൊരു എന്താ പറയാ ഒരു കോമഡി കഥാപാത്രം പിറകെ പോകുന്ന. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാൾക്കാർ ബൈക്കിൽ വന്ന് ഞങ്ങളോട് പറയണം എന്തുവാണ് അവിടെ കാണിക്കുന്നത്. അതാണ് ക്രിയേറ്റ് ചെയ്തത്. അത് ഓരോരുത്തർ റോട്ടിൽ നിന്നപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ മൊബൈലിലൊക്കെ എടുക്കുമല്ലോ, അവരെടുത്ത് എവിടെയോ കൊണ്ടിട്ട് ദാസേട്ടൻ രേണുസുധികൾ റോഡ് ബ്ലോക്ക് ആക്കുന്നത്. അത് കുറെ ആൾക്കാർ വിശ്വസിച്ചു, എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ വിശ്വസിച്ചു പോയി. എന്നെ മാതൃഭൂമിയിൽ നിന്ന് കേരള മുന്നിലേക്ക് എന്നെ വിളിച്ചിരുന്നു, എന്താണോ സംഭവിച്ചത്. ഞാൻ ഇങ്ങനെ സംഭവിച്ചു, അതാണോ സംഗതി, എന്നാ ശരി ഓക്കെ. അങ്ങനെ കാര്യങ്ങൾ കുറെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ അല്ലേ, എന്തും എങ്ങനെ എവിടെ എങ്ങനെ എഴുതി പിടിപ്പിക്കുക, അതിന് ഉദാഹരണമാണത്. അല്ലാതെ റോഡ് ബ്ലോക്ക് ആയില്ല, ഒരു ബുദ്ധിമുട്ടില്ല. രാവിലെ 7 മണിക്കാണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ വെറുതെ ആൾക്കാർ ഇങ്ങനെ പെട്ടപ്പിച്ച് വിടുക റീച്ചിന് വേണ്ടിയിട്ട്. ദാസേട്ടൻ ഇനി മുന്നോട്ടുള്ള ഒരു പ്ലാൻ എന്താ? ദാസേട്ടൻ്റെ ഒരു അംബീഷൻ എന്താ? എൻ്റെ അംബീഷൻ ഞാൻ പറഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനാണ്, KSCB സീനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യാണ്. ജോലി സംബന്ധമായി എനിക്കൊരു കുറേ സഹപ്രവർത്തകരെല്ലാം സപ്പോർട്ട് എനിക്ക്. അപ്പം ഇത്രയും ആയ സ്ഥിതിക്ക്, കുറച്ച് സിനിമകൾ അഭിനയിച്ച സ്ഥിതിക്ക് നല്ലൊരു മെച്ചപ്പെട്ട കഥാപാത്രം കുറച്ച് സിനിമകൾ ചെയ്യുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ വലിയ സൂപ്പർ സ്റ്റാർ ആവണം, ഓസ്കാർ കിട്ടണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. കുറച്ച് നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമകളിൽ ചെയ്യുക. ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദാസേട്ടൻ എന്ന് പറഞ്ഞിട്ട്, ആക്ടർ ദാസേട്ടൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ ദാസേട്ടൻ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്റെ ലക്ഷ്യം. ഇതുവരെ ദാസേട്ടൻ ഒരുപാട് സിനിമയൊക്കെ കാണുന്ന, അതെ അതെ, ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എത്ര നന്നായിട്ടാണ് ചെയ്തിട്ടില്ല, ആ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? മറ്റേ അമ്പാന്റെ ക്യാരക്ടർ കിട്ടിയത് നന്നായിരുന്നു. ഭയങ്കര അഹങ്കാരമൊന്നും എനിക്കറിയില്ല. എന്റെ നല്ല സജിൻ ഗോപു എന്റെ നല്ലൊരു സുഹൃത്താണ്, ഷജിൻ ഗോപു. ഞങ്ങൾ തമ്മിൽ കുറേ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഷജിൻ ഗോപു ഈ രോമാഞ്ചം സിനിമ തുടങ്ങുന്നതിന് മുമ്പേ പുള്ളി എനിക്കറിയാം. ഞങ്ങളെ ചാറ്റ് ഇപ്പോഴും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. ചേട്ടാ സപ്പോർട്ടൊക്കെ വേണം ചേട്ടാ, രോമാഞ്ചം ഇറങ്ങിയ സമയത്ത്. അന്ന് ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണല്ലോ, പ്രൊമോഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ചേട്ടന് സപ്പോർട്ട് വേണം ചേട്ടാ, എൻ്റെ രോമാഞ്ചം സിനിമ ചേട്ടൻ സപ്പോർട്ട് ചേട്ടാ. അങ്ങനെ ആളിപ്പം ആവേശത്തിൽ അടിപൊളിയായിട്ട് വന്ന്. അപ്പം ഇപ്പോഴും പുള്ളിയുടെ എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അതായത് അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താ വെച്ചാല്, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ ഇത് പറയാതിരിക്കാൻ വയ്യ. എന്താ വെച്ചാൽ എത്രയോ സിനിമകള് എൻ്റെ തുടക്കക്കാർ ഡയറക്ടേഴ്സ് അവരൊക്കെ ഞാൻ കുറെ സഹായിച്ചിട്ടുണ്ട്. അവരെ സിനിമ ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിച്ച ആളല്ല ഞാൻ, എന്നിട്ടും കോഴിക്കോടൊക്കെ പ്രൊമോഷൻ വരുമ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ട്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ, അവരുടെ നെക്സ്റ്റ് സിനിമ എനിക്കൊരു അവസരം കിട്ടണം. ഞാൻ അത് ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ പോയി അവരുടെ കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പെട്രോളും ചിലവാക്കി ഞാൻ പോയിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിൽ. അവരൊക്കെ നല്ല എത്തിക്കഴിഞ്ഞ ശേഷം നമ്മളെ മൈൻഡ് ചെയ്യാത്ത കുറെ വിഷയങ്ങളുണ്ട്. നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് സീൻ ചെയ്യുമ്പോൾ മറുപടി വരില്ല. ആളെ പേരൊന്നും പറയില്ല. ആളെ പേര് പറയാത്ത കാരണം എന്താ വെച്ചാൽ നാളെ എനിക്ക് അവരോട് സഹകരിക്കേണ്ടി വരും. ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ അതൊരു എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മൾ തിരിച്ച് ചെയ്തതിന് നമുക്ക് തിരിച്ചൊരു അംഗീകാരം തരിക.
ഞാൻ നല്ലൊരു സിനിമകളിൽ നല്ലൊരു ക്യാരക്ടർ അവരെ സിനിമകളിൽ അത് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നല്ല നല്ല കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിവിൻ പോളി സിനിമയെ പറഞ്ഞല്ലോ, നെപ്പോട്ടിസം. അതായത് അവന്റെ ആളൊക്കെ കയറി തരാം. അതേപോലെ നമ്മൾ ഒറ്റയ്ക്കാണ് മുന്നോട്ട് വരുന്നത്. ഒറ്റയ്ക്ക് മുന്നോട്ട് വരുന്ന ആളാണ്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എനിക്ക് സിനിമയിൽ അവസരം കിട്ടണം, ഞാൻ തന്നെ മെനക്കെടണം, ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല. അങ്ങനെ കഥാപാത്രം കിട്ടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് വിജയിക്കോ എന്ന് എനിക്കറിയാം. അവസരം കിട്ടുന്ന സിനിമയിൽ, പക്ഷെ ഞാൻ പറഞ്ഞ മെച്ചപ്പെട്ട കഥാപാത്രം, നായകനായിട്ടൊന്നും വേണ്ട, എന്നാലും അതിന്റെ താഴെ നിൽക്കുന്ന ഒന്നിന്റെ കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോ അമ്മയോ ആരും സിനിമാക്കാരല്ല. അപ്പം അങ്ങനെ കയറി വരുമ്പോൾ കുറച്ച് പരിമിതികളുണ്ട് നമുക്ക്. ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെയല്ല, നേരിട്ട് എൻട്രി ചെയ്യാം, പെർഫോമൻസ് ചെയ്താൽ മതി. നമ്മളങ്ങനെയല്ല, അവിടെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വരണം. അപ്പം ദാസേട്ടന്റെ കഴിവിൽ ദാസേട്ടൻ വിശ്വസിക്കുന്നു, 100% വിശ്വസിക്കുന്നു. എനിക്കൊരു കഥാപാത്രം നല്ലൊരു കഥാപാത്രം തന്നു നോക്കി ഞാൻ ചെയ്യും തീർച്ചയായും. തല കാണിക്കാൻ ഞാൻ പോവില്ല, തല കാണിക്കാൻ ഞാൻ ഒരിക്കലും പോവില്ല. ആ പരിപാടി ഞാൻ നിർത്തി. തല കാണിച്ച് ചിരിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ സിനിമകളിൽ നല്ലൊരു വേഷം, നല്ല ഡയലോഗുള്ള സ്ക്രീൻ പ്രസൻസ് ഉള്ള വേഷം കിട്ടിയാൽ ഞാൻ പോകും. എന്നാലേ ഞാൻ പോകുള്ളൂ. തല കാണിക്കാൻ വിളിച്ചിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ദാസരൻ കോഴിക്കോട് തല കാണിച്ച് ആ സിനിമ ആജീവനാന്ത കാലം ദാസരൻ കോഴിക്കോട് പ്രൊമോഷൻ ചെയ്യാൻ ഞാൻ പോകില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ പോയി തല കാണിക്കും, പേരൊന്നും പറയില്ല, തല കാണിച്ച് ചിരിക്കും. പിന്നെ ഓക്കെ ശരി, സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് റിലീസിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ച വിളിക്കുക തന്നെ, ദാസേട്ട നമ്മളെ സിനിമ, നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോണ്ടേ? പോയിട്ടുണ്ട് ഞാൻ, ഇല്ലാന്ന് പറഞ്ഞു, പോയിട്ടുണ്ട് ഞാൻ. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയാൽ പോയിട്ടുണ്ട്. എന്തുകൊണ്ട് എനിക്ക്? അവർക്ക് ഗുണമുണ്ടോ എന്നെ കൊണ്ട്? ഞാൻ ഷെയർ ചെയ്യുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം ആൾക്കാർ കാണുന്നു, അത് അവർക്ക് ഗുണമുണ്ട്. ഞാൻ നിർത്തിയ പരിപാടി. എനിക്ക് സ്ക്രീൻ പ്രസൻസ് ഉള്ള, അഭിനയിക്കാൻ മുഹൂർത്തമുള്ള, ഡയലോഗുള്ള സിനിമകളിൽ ഞാൻ പോകും. അത് മതി, എനിക്ക് ജീവിക്കാൻ ജോലി ഉണ്ട് കാര്യം, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന് പുറത്ത് വന്ന, പക്ഷെ നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്താ? നല്ലൊരു വേഷമാണ്. അത് കിട്ടിയില്ലേ പിന്നെ നമുക്ക് എന്താ കാര്യം? അത് നിർത്തി. ഞാൻ 5-6 വർഷം സോഷ്യൽ മീഡിയ നിന്നാളെ, 1 വർഷം കൊണ്ട് വന്ന ആളൊന്നല്ല കേട്ടോ, 5 വർഷം കഴിഞ്ഞു. എനിക്ക് നല്ല കഥാപാത്രം കിട്ടിയാൽ മാത്രമേ ഞാൻ പോകുള്ളൂ. അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നുള്ളത്. ദാസേട്ടൻ ആഗ്രഹം പോലെ തന്നെ നല്ല നല്ല ക്യാരക്ടർ, തീർച്ചയായും. അതേപോലെ ആക്ടർ എന്ന പേര് തന്നെ ആദ്യം വരട്ടെ. ആക്ടർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അങ്ങനെ തന്നെ വരട്ടെ. ഒരുപാട് സന്തോഷം നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ. ഓക്കെ ചങ്കളെ, നമസ്കാരം. എന്നെ സംബന്ധിച്ച് നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. കഷ്ടപ്പെട്ട് മീൻസ് സാമ്പത്തികമായി കഷ്ടപ്പാടല്ല ചങ്കളെ ഞാൻ പറഞ്ഞത്. കുറെ അവസരങ്ങൾക്ക് വേണ്ടി കുറെ നടന്ന് അങ്ങനെ വന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് സിനിമയിലെ വേഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ 2 ടൈപ്പുള്ള ആൾക്കാരുണ്ട്. സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, സിനിമ ആഗ്രഹിക്കാതെ സോഷ്യൽ മീഡിയ വഴി മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിന് വ്യത്യസ്തനാണ്. സിനിമ അതുപോലെ നല്ല നല്ല കഥാപാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. അതുകൊണ്ട് തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. നമ്മൾ അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം വിവാദങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികം. നമ്മൾ ഏത് ആൾ മുന്നോട്ട് പോവുകയാണെങ്കിലും വിവാദങ്ങളില്ലാതെ ആരും മുന്നോട്ട് പോകില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കും സോഷ്യൽ മീഡിയ. അതാണ് സോഷ്യൽ മീഡിയ. അതെനിക്ക് നല്ലവണ്ണം അറിയാം. എൻ്റെ ലക്ഷ്യം സിനിമയാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പം സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം ചങ്കളെ പൊളിച്ചെടുക്കുക.